പി രാജീവാണെന്ന് തോന്നുന്നു. മറ്റേത് സർക്കാരാണെങ്കിലാണ് ഇതുപോലെ ആത്മാർത്ഥമായി പ്രതികളെ കണ്ടെത്താനും കുറ്റം തെളിയിക്കാനും ഉതകുന്ന തരത്തിലുള്ള അന്വേഷണം നടക്കുക എന്ന അഭിമാനത്തോടെ പറയുന്നത് കേട്ടു. വാസ്തവത്തിൽ അത് കേട്ടാൽ തോന്നും, ഒരു ദിവസം മന്ത്രിസഭാ യോഗം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നു. ശബരിമലയിൽ ഇങ്ങനെ ചില മോഷണം നടന്നിട്ടുണ്ട്, അവിടെ പാളികളിൽ നിന്നുള്ള സ്വർണം ഉരുക്കി മാറ്റിയിട്ടുണ്ട്, ചെമ്പെന്ന് രേഖപ്പെടുത്തി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, നമുക്കത് അന്വേഷിക്കണം, അന്വേഷിച്ച് പ്രതികളെയൊക്കെ കണ്ടെത്തണം. ആ കൂട്ടത്തിൽ നമ്മുടെ വാസു, പത്മകുമാർ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ അന്വേഷിച്ച് കളയാം എന്ന് കരുതി ഇട്ട ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമല്ല നടക്കുന്നത് എന്ന് കേരളത്തിന് അറിയാമെന്ന് ഈ മേനി നടിക്കുന്ന മന്ത്രിമാരും നേതാക്കളും ഓർക്കേണ്ടതാണ്. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SIT സംഘം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുകയാണ്. പരിശോധനയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണമോഹൻ പ്രത്യേകിച്ചും നേരിട്ട് തന്നെ സ്വന്തം കൈപ്പടയിൽ പോറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടി സ്വർണം ചെമ്പാക്കിയത് പത്മകുമാർ ആണെന്ന തെളിവ് ഇതിനോടകം SITക്ക് ലഭിച്ച സാഹചര്യത്തിൽ അതെ അബ്ദുൾ, വളരെ ശക്തമായ തെളിവുകൾ തന്നെ കിട്ടിയിരുന്നു പത്മകുമാറിനെതിരെ. ആദ്യഘട്ടം മുതൽ അത് ചെമ്പാണ് എന്ന് ആവർത്തിക്കുന്ന പത്മകുമാർ തന്നെ സ്വന്തം കൈപ്പടയിൽ അത് എഴുതിയത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വന്നത് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. കാരണം അദ്ദേഹം തന്നെ പച്ചമഷി കൊണ്ടെല്ലാം എഴുതി ഒപ്പിട്ട് പോറ്റിക്ക് ഈ തകിടുകൾ കൊണ്ടുപോകാനുള്ള സഹായം ചെയ്തു എന്നാണ് SITയുടെ കണ്ടെത്തൽ. എന്തായാലും അതനുസരിച്ച് പത്മകുമാർ അറസ്റ്റ് രേഖപ്പെടുത്തുകയും റിമാൻഡിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കേസിൽ അറസ്റ്റിലായ എല്ലാ പ്രതികളുടെയും വീട്ടിൽ തുടർന്ന് SITയുടെ പരിശോധന ഉണ്ടായിരുന്നു. അതേ രീതിയിലുള്ള നടപടികൾ പത്മകുമാറിന് നേരിടേണ്ടി വരുന്നുണ്ട്. എത്ര ഉന്നതനായാലും നടപടികൾക്ക് വിധേയനാകേണ്ടി വരും എന്നുള്ളത് വ്യക്തമാക്കുന്ന കൂടിയാണ് ഈ റെയ്ഡ്. ഇന്ന് 12 മണിക്ക് ശേഷമാണ് SITയുടെ 7 അംഗ സംഘം ഈ പരിശോധനയ്ക്കായി ആറന്മുളയിൽ ക്ഷേത്രത്തോട് ചേർന്നുള്ള പത്മകുമാറിന്റെ കുടുംബ വീടായ കിച്ചുംപറമ്പിൽ വീട്ടിലേക്ക് എത്തിയത്. അവർ അന്നേരം മുതൽ ഈ മുൻവശത്തെ കഥകടക്കം അടച്ച് പുറത്തേക്ക് കുടുംബാംഗങ്ങളെ അടക്കം ഇറങ്ങരുത് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ളിൽ പരിശോധന തുടരുകയാണ്. വിവരങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്നും. പ്രധാനമായും ഒരുപാട് കാര്യങ്ങൾ SITക്ക് ചോദിച്ചറിയാനും ഉണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് യോഗദണ്ഡ് ജപമാലയുമായി ബന്ധപ്പെട്ട വിവാദവും ഒക്കെ ഇതിനിടയിലൂടെ ഉയർന്നു വന്നതാണ്. അതടക്കമുള്ള കാര്യങ്ങളിലൊക്കെയും ചില സംശയങ്ങൾ SITക്കുണ്ട്. അതുകൂടി ഈ ഒരു പരിശോധനയ്ക്കിടയിൽ കുടുംബാംഗങ്ങളോട് ചോദിച്ചറിയുമെന്നാണ് ഉദ്യോഗസ്ഥർ അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും പരിശോധന തുടരുകയാണ്. ഈ ചെമ്പാക്കി മാറ്റിയ വിദ്യയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് പത്മകുമാർ എന്നാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ SIT പറയുന്നത്. അതായത് ബോർഡിൽ നിന്ന് തുടങ്ങിയ ഒരു നീക്കമാണ് ഏറ്റവും താഴെ എത്തി വീണ്ടും തിരികെ ബോർഡിലേക്ക് എത്തിയിട്ട് അന്തിമ അനുമതിയായി മാർച്ച് മാസം 2019 20-ാം തീയതി ഉത്തരവായി ഇറങ്ങി ഈ കട്ടളപ്പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ഇടയാക്കിയത്. പോറ്റിയുടെ സ്പോൺസർഷിപ്പ് തുക ഉപയോഗിച്ച് മണ്ഡലത്തിൽ കടകംപള്ളി ചില പദ്ധതികൾ നടത്തിയതായും SITക്ക് വിവരമുണ്ട്. ഈ ബന്ധം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ എന്നതടക്കം പരിശോധിക്കും.